വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എന്റെ കൺമുമ്പിൽ നടക്കുന്നത്. പക്ഷേ ഇതോടെ അവള് വീടിന്റെ പടിയിറങ്ങുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആകാശേ. ഇനി സനു അവിടെ ഇല്ലാത്ത ഞങ്ങളുടെ വീട് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി കന്യാദാനാണ്. നിധി ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പോയി. കന്യാദാനത്തിനായിട്ട് അച്ഛനല്ലെങ്കിൽ ജ്യേഷ്ഠനെയോ വിളിച്ചോളൂ. ഇപ്പൊ വിളിക്കാം. വിളിക്ക. ഇവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കിയിട്ട് തന്നെ കാര്യം. അല്ല പിന്നെ ഇതെവിടെ പോ? അങ്ങോട്ട് അങ്ങോട്ട്. പെൺകുട്ടിയുടെ കൈ പിടിച്ച് പയ്യന്റെ ഇലയ്ക്ക് കൊടുക്കുക. അടുത്തത് കന്യാദാനം. മോനെ നിതീഷേ, എടുത്തി സോറി, ആ വിളി കുറച്ച് നേരത്തെ ആയിപ്പോയെന്നറിയാം. എന്നാലും ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിഞ്ഞ നിമിഷം മുതല് മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം തന്നതുകൊണ്ടാ. നീരജ് അങ്ങനെ തന്നെ വിളിച്ചോ, അതിനെന്താ? ഇത്രയും കാലമില്ലാതെ ഇപ്പോ ഗിരിയേട്ടൻ ഒരാളെ കണ്ടെത്തിയെന്നറിഞ്ഞപ്പോ എനിക്ക് തോന്നിയിരുന്നു ദാറ്റ് പേഴ്സൺ മസ്റ്റ് ബി വെരി സ്പെഷ്യൽ എന്ന്. ആ തോന്നൽ എത്ര സത്യമായിരുന്നു എന്ന് എനിക്ക് ഇന്ന് ബോധ്യപ്പെട്ടു. ഇന്ന് വരെ ഏട്ടന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആരും ഏട്ടനെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അയ്യോ, അതിന് ഞാനും നീരജിന്റെ ചേട്ടനും തമ്മിൽ അങ്ങനെ. ഐ നോ, നിങ്ങൾ രണ്ടാളും വളരെ പക്വതയുള്ള രണ്ട് മനുഷ്യരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കല്യാണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണെന്നും എനിക്കറിയാം. പക്ഷെ ഇന്ന് എന്റെ ഏട്ടന്റെ മുഖത്തെ ഒരു ഭാവത്തിൽ നിന്ന് ഒരു നോട്ടം കൊണ്ട് ഏട്ടത്തി മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏട്ടത്തി മനസ്സിലാക്കിയത് വളരെ ശരിയാ. ഞങ്ങളുടെ വീട്ടിൽ ശരിയല്ലാത്തത് പലതും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഗിരിയേട്ടന് പോലും മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. ചേട്ടത്തെയും ഗിരിയേട്ടനും തമ്മിലുള്ളത് ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. പരസ്പരം പറയാതെ തന്നെ പരസ്പരം വിഷമങ്ങൾ മനസ്സിലാക്കുന്നൊരു മനസ്സ്. ഒരുമിച്ചുള്ള ബന്ധത്തിൽ
മറ്റെന്തിനേക്കാളും വേണ്ടത് അതല്ലേ ഏട്ടത്തി. ഗിരിയേട്ടൻ സ്വന്തം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 25 വർഷങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. പക്ഷെ ഗിരിയേട്ടന് ഇവിടെ ആരിൽ നിന്നും ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു കാര്യത്തില് എനിക്ക് സമാധാനമുണ്ട്. ഗിരിയേട്ടന്റെ ഭാര്യയാവാൻ പോകുന്നത് ഗിരിയേട്ടനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇത്രയും നാളും ഏട്ടന്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയ ഒരേ ഒരു കാര്യം ഇത് മാത്രം. ഗിരിധറും ഞാനും ഈ പറഞ്ഞതൊക്കെയാണോന്ന് എനിക്കറിയില്ല. ഒരു പരസ്പര ധാരണയ്ക്കപ്പുറത്തേക്ക് ഞങ്ങളുടെ ബന്ധം വളരുമെന്നും എനിക്കറിയില്ല. എങ്കിലും നീരജിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഗിരിധരനോട് സ്നേഹവും കരുതലും ഉള്ള ഒരാളെങ്കിലും ആ വീട്ടിലുണ്ടല്ലോ. ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കേണ്ട നിമിഷം വന്നിട്ട് നീ അപ്പോഴിങ്ങനെ കണ്ണു നിറയ്ക്കാണോ? ഇതേ സന്തോഷത്തിന്റെ കണ്ണുനീരാണ് പോട്ട. മനസ്സ് നിറഞ്ഞത് പുറത്തേക്ക് വന്നതാ. നീ നോക്കിക്കോ, എന്റെ കല്യാണം നടക്കുമ്പോ സനുവിന്റെ കണ്ണു ഇതുപോലെ നിറയും. അവളുടെ കല്യാണം നടന്നു കാണാൻ ഞാൻ കാത്തിരുന്ന പോലെ എന്റെ കല്യാണം കാണാൻ എത്രയോ നാളായി അവളും കാത്തിരിക്കുക. പാവം. വാസനു, സനു, ചേട്ടന്റെ അനുഗ്രഹം മേടിക്കേ. Wish you both a very happy married life. Thanks. ഏട്ടനും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. Such a cute couple. ഈ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ എന്നും ഉണ്ടാവട്ടെ. താങ്ക്സ്, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞങ്ങൾ ലൊക്കേഷനിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഇറങ്ങിയതാ. ഞങ്ങൾക്ക് ഇറങ്ങിയ സമയമായി. നിങ്ങളുടെ തിരക്കെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തടസ്സം പറയുന്നില്ല. വന്നല്ലോ, സന്തോഷം. പക്ഷേ അതിനു മുമ്പ് ഒരു സെൽഫി. ഒരു സെക്കൻഡ്. സുമി ചേച്ചി, ഇങ്ങ് വന്നേ. വന്നേ. മോളെ ചെല്ല്. അല്ല, നമുക്ക് ചേച്ചിനും കൂട്ടി ഒരു ഫോട്ടോ എടുത്താലോ? ഓക്കെ. ഇങ്ങനെ നോക്കി നിൽക്കാതെ നീ ചെന്ന് പറയുന്നതേ, അല്ലെങ്കിൽ ഒന്നും നേരത്തിനും കാലത്തിനും നടക്കാൻ പോണില്ല. ചെന്ന് കയറുന്ന കാര്യ. അതെ, എക്സ്ക്യൂസ് മീ. ആ എന്താ ഇന്നലെ പറഞ്ഞു? അതെ, വീട്ടിൽ ചെന്നിട്ട് ഗൃഹപ്രവേശം എന്നൊരു ചടങ്ങും കൂടി ബാക്കിയുണ്ടല്ലോ. രാഹുകാലത്തിന് മുമ്പ് എത്തിയില്ലെങ്കിൽ ഒക്കെ അങ്ങ് വെള്ളത്തിലാവും. ഓ, അതുകൊണ്ട് വേഗം ഇറങ്ങിയില്ലെങ്കിൽ. അത്രേ ഉള്ളൂ. അതിനെന്താ, ഒന്ന് സ്പീഡാക്കാൻ ഞാൻ സനുവിനോട് പറയാം. അതെ, ഒരു മിനിറ്റേ. സനു, കഴിഞ്ഞെങ്കിൽ ഇറങ്ങാൻ നോക്ക്.
രാഹുകാലത്തിന് മുൻപ് ശ്രീയുടെ വീട്ടിൽ ചെന്ന് കയറാനുള്ളതാ. അവിടെ ഗൃഹപ്രവേശവും ചടങ്ങുകളും ഒക്കെ ബാക്കിയുണ്ട്. വാട്ട്? ഇനിയും തീർന്നില്ലേ ഈ ചടങ്ങും മണ്ണാങ്കട്ടയും? സനു ഒന്ന് പതുക്കെ. സനു, നമ്മൾ വീട്ടിൽ കയറി ചെല്ലുന്ന ചടങ്ങ് കൂടിയല്ലേ ഉള്ളൂ. വീട്ടിലോ? എപ്പോ? കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്. എന്നാര് പറഞ്ഞു? ഐ ഹാവ് പ്ലാൻ ശ്രീ. എന്ത് പ്ലാൻ? നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാ. നീ എന്തൊക്കെയാ പറയുന്നേ? ഇവരെല്ലാരും ചേർന്ന് നമുക്കൊരു ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാ. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാ നമ്മൾ ഡ്രസ്സ് മാറുന്നു, നേരെ എയർപോർട്ടിലേക്ക് വിടുന്നു. അതിനുള്ള സമയം നമുക്ക് കിട്ടൂ. അതെങ്ങനെ ശരിയാവും? ഗിരിയുടെ കല്യാണത്തിന് നീ ഇവിടെ നിൽക്കില്ലേ? സനു, ചോദിച്ചു കേട്ടില്ലേ? എന്നോടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ എന്തിനാ തനി ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചത്? കം ഓൺ ശ്രീ, ഇതിൽ ഇത്ര ഈഗോ ഹേർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല. ഈഗോ അല്ല സാനിയ, എന്റെ ചേച്ചിയുടെ കല്യാണമാണ് വിഷയം. ശ്രീനി, മോളെ സനു, അപ്പൊ ഏട്ടന്റെ കല്യാണം കാണാൻ നിൽക്കുന്നില്ലേ? ഏട്ടാ, സത്യമായിട്ട് ഇത് എന്റെ പ്ലാനിങ് അല്ല. എന്റെ കൂട്ടുകാർ എനിക്ക് നൽകിയ സർപ്രൈസ് ഗിഫ്റ്റാണിത്. എനിക്ക് പ്രധാനം എന്റെ ചേച്ചിയുടെ കല്യാണം തന്നെയാ. ഹണിമൂൺ അത് കഴിഞ്ഞു പോയാ മതി. ഡോണ്ട് ബി സ്റ്റുപ്പിഡ് ശ്രീ. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ രണ്ടുപേരുടെ ഫ്ലൈറ്റ് ബുക്ക്ഡ് ആണ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് റിസോർട്ട്സിൽ ഒന്നാണ് എന്റെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ദിവസം ചെലവിടാൻ എത്ര എക്സ്പെൻസ് എന്നറിയോ? നിനക്ക് പോവാം. യു ഫ്രീ ടു ഗോ. എന്നെ പ്രതീക്ഷിക്കണ്ട. എനിക്ക് സ്വർഗം തുറന്നു തരാന്ന് പറഞ്ഞാൽ പോലും അതിനേക്കാൾ വലുത് എനിക്ക് എന്റെ ചേച്ചിയുടെ കല്യാണമാണ്. മോനെ ശ്രീനി. ശ്രീ, ശ്രീ നിൽക്ക്. ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. ഇന്നു മുതൽ സാനിയുടെ സന്തോഷങ്ങളൊക്കെ നിന്റെ ഉത്തരവാദിത്തം മോനെ. എന്ത് കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും എന്ത് നഷ്ടം വന്നാലും ഇന്നത്തെ ദിവസം അവളുടെ കണ്ണു നിറയരുത്, ആ മുഖം മങ്ങരുത്. നീ കാരണം അത് സംഭവിക്കരുത്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? ചേച്ചിയുടെ കല്യാണം കൂടാൻ നിൽക്കാതെ ഞാൻ ഹണിമൂണ് പോണെന്നാണോ? ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാരും കാത്തിരുന്നേ. ആ സന്തോഷം എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല സുമിത ചേച്ചി. ഐ എം റിയലി സോറി. എടാ, എന്റെ കല്യാണം നിനക്കൊരു പെൻഡ്രൈവിലോ ഒരു CD-യിലോ ഒക്കെ കാണാവുന്നല്ലേ ഉള്ളൂ ശ്രീ. പക്ഷെ അതിനു വേണ്ടിട്ട് നിന്റെ ജീവിതത്തിൽ സന്തോഷങ്ങളൊക്കെ ഒഴിവാക്കിയാലോ? അതിനെ എല്ലാ കാലവും സങ്കടപ്പെടുത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടാവാനായിട്ട് ഈ ചേച്ചി ഒരിക്കലും ആഗ്രഹിക്കില്ലടാ. പുതിയ ജീവിതമാണ്, നിന്റെ പ്രയോറിറ്റീസും പുതിയതായേ പറ്റൂ. നീ വന്നേ. ശ്രീ നിന്നോട് വരാനാ പറഞ്ഞേ. എടാ, നിങ്ങൾ രണ്ടുപേരും ഹണിമൂണിന് പോകുന്നതിന് ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. സന്തോഷത്തോടെ പോയിട്ട് വാ. എൻജോയ്. ഈ മുഖം ഒന്ന് നന്നാക്കി വെച്ചേ. ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടാണോ ഹണിമൂണിന് പോകുന്നത്? ഇതാ, ഇതിട്ടെ. പിടിക്കും. ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. അതെ, ഇനി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എടുക്ക്. സമയം കളയണ്ട. വാ. അല്ല, എന്താ നീ കാണിച്ചത്? നിന്നോടാരും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറഞ്ഞത്? നീയും കൂടി ഒരു വാക്ക് കടുപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവള് മര്യാദയ്ക്ക് നമ്മുടെ വഴിക്ക് വന്നേനെ. നശിപ്പിച്ചു. അതല്ലേ ഈ പറയുന്നത്? ഇതൊരുമാതിരി. അങ്ങനെ ബലം പിടിച്ച് അവളെ നമ്മുടെ വഴിക്ക് വരുത്തിയിട്ട് ആർക്ക് എന്ത് കിട്ടാൻ അമ്മമ്മേ? അപ്പൊ ഗൃഹപ്രവേശം നടത്തണ്ടേ? നാട്ടു നടപ്പുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാറ്റി പറത്തിയ എങ്ങനെ സുബി ശരിയാവണേ? കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും കൂടെ കുറച്ചൊക്കെ മാറാൻ ശ്രമിക്കണ്ടേ അമ്മേ? ഈ ചടങ്ങുകളൊക്കെ നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിട്ടാ? മനുഷ്യര് പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടിട്ടല്ലേ? ഒട്ടും താല്പര്യമില്ലാതെ അങ്ങനെ പിടിച്ച പിടിയാലെ സാനിയെ കൊണ്ടുപോയി ഗൃഹപ്രവേശനം നടത്തിയാല് അതുകൊണ്ട് എന്താ കാര്യം? മനസ്സ് വെറുത്തായിരിക്കില്ലേ അവളത് ചെയ്യുന്നത്? മനസ്സിൽ സമാധാനവും മുഖത്ത് സന്തോഷവും ഇല്ലാതെ എന്ത് ചടങ്ങ് ചെയ്തിട്ടും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അതിനൊരു അർത്ഥവും ഇല്ല. എടാ,
എന്താടാ? എടാ ഗിരി, എന്തു പറ്റിയടാ? നീ എന്താ വല്ലാതിരിക്കുന്നേ? ആർ യു ഓക്കെ? എടാ, സനു കല്യാണം കഴിഞ്ഞ് പോയതോടെ ഈ വീട് ആകെ സൈലന്റ് ആയതുപോലെ. എടാ, നീ ഇപ്പോഴും അതൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണോ? നിന്റെ കുഞ്ഞിപ്പെങ്ങളിപ്പോ ഫ്ലൈറ്റിലാ. ഭർത്താവിനോടൊപ്പേ കളിച്ചു ചിരിച്ച് ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുക ഹണിമൂണിന്. പിന്നെ അവളോർത്ത് നീ എന്തിനാടാ സങ്കടപ്പെടുന്നേ? എടാ, ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. സനുവിന്റെ കല്യാണവും കൂടി കഴിഞ്ഞതോടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു എന്നതുപോലെ മുന്നോട്ട് നോക്കുമ്പോ ഇനി ഒന്നും ചെയ്യാനില്ലാത്ത പോലെ തോന്നുക. എന്ന് ആര് പറഞ്ഞുടാ? നോക്ക് ഗിരി, 2 മണിക്കൂർ കഴിഞ്ഞാലേ നിന്റെ കല്യാണം നടക്കാൻ പോവാ. ഇപ്പോഴേ നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ആഹാ, രണ്ടാളും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നോ? ദാ, നിനക്ക് കല്യാണത്തിനിടാനുള്ള ഡ്രസ്സാ. പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. അയ്യോ അക്കു, ഈ ഗിരിക്കെന്താ പറ്റിയേ? എന്ത് പറ്റാൻ? കുഞ്ഞിപ്പെങ്ങള് പോയന്റെ സങ്കടം അവന്. അത്രേ ഉള്ളോ? അതൊക്കെ മണ്ഡപത്തിലേക്ക് കേറുമ്പോ തനി അങ്ങ് മാറിക്കോളൂ. കമോൺ, ഗെറ്റപ്പ്, വാ വാ ഗിരി. ഉടുപ്പ് മാറാ. സത്യത്തില് എന്റെ കല്യാണം ഇന്നത്തെ ദിവസം വെക്കണ്ടായിരുന്നു. കല്യാണം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലടാ ഞാൻ. ഗിരി, നീ ഇപ്പൊ ആലോചിക്കേണ്ടത് സാനിയെ കുറിച്ചല്ല. നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചാ, സുമിതയെ കുറിച്ച്. എന്റെ പൊന്ന് തടിയാ, നീ ഒരു കാര്യം ചെയ്തേ, 2 കണ്ണുകളൊന്ന് അടച്ചു പിടിച്ചേ. ഇനി സുമിതയുടെ മുഖം മാത്രം ഒന്ന് ആലോചിച്ചേ മനസ്സില്. എടാ, സുമിതയുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേ സങ്കടം തന്നെയല്ലേ അവർക്കും തോന്നുന്നുണ്ടാവാ. പക്ഷെ സ്വന്തം മകളെ ഒരു നല്ല ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നതിന്റെ സന്തോഷമായിരിക്കും അവരുടെ സങ്കടത്തെക്കാൾ വലുത്. സുമിത ആവട്ടെ, നിന്നോടുള്ള മനോഹരമായ ദാമ്പത്യ ജീവിതം സ്വപ്നം കാണുന്ന അവസ്ഥയിലും. സനുവിന്റെ കാര്യത്തിലും നിനക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? അവൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പയ്യന്റെ കൂടെയല്ലേ അവളെ നീ കൈ പിടിച്ച് പറഞ്ഞയച്ചത്. നേരാ, അക്കു പറഞ്ഞ പോലെ ഐ തിങ്ക് യു ഷുഡ് ബി ഹാപ്പി ഫോർ ഹർ. തന്നെ വേറൊന്നും ചിന്തിക്കാനില്ല. നീയേ പോയി ഡ്രസ് ഇട്ടുണ്ടോന്ന്. എണീക്ക് ഗിരി, എനിക്ക് ഒന്ന് എണീക്ക്. എടാ, ഇതിനി അന്നത്തെ പോലെ പാകമാകാതെ വരുമോ? ആദ്യം നീ ഇതൊന്ന് ചെന്ന് ഇട്ട് നോക്ക്, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ചെല്ലടാ, ചെല്ല്. വേഗം, സമയം തെറ്റും. ചെല്ലടാ, ചെല്ല്. ഓടാ. കേറി പോടാ. എന്താ അടിപൊളിയാണല്ലോ നിന്റെ ഡ്രസ്. നിന്റേത് അതിനേക്കാളും പൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും സന്തോഷം. ഇപ്പോഴെങ്കിലും മുഖം തെളിഞ്ഞ് കണ്ടല്ലോ.